ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-P4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വ്യാഴമാറ്റം 2026 വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം, ഇവർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-P4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2026 ജൂൺ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച ദിവസം, അന്ന് മൂലം നക്ഷത്രമാണ്. വെളുപ്പിന് 1:48 AM മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത്. കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 19 ആ ദിവസമാണ് വ്യാഴ സംക്രമണം നടക്കുന്നത്. കർക്കിടക രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. വ്യാഴം ഫുൾ പവറിൽ നിൽക്കുന്ന സമയം 2025 മെയ് 14 മുതൽ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ജൂൺ 2 കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കർക്കിടക രാശിയിലേക്ക് വ്യാഴം എത്തിച്ചേരുന്നത്. ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, ചില നക്ഷത്രക്കാർ കൂടുതൽ ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട സമയം കൂടിയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രഹനിലയിലെ വ്യാഴത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കി ഉചിതമായിട്ടുള്ള വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്ത് മുൻപോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴം അനുഗ്രഹസ്ഥാനത്ത് തന്നെ വരുന്നതാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി മീനം രാശിയിൽ വരുന്നത് കൊണ്ട് തന്നെ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി പൂർണ്ണമായിട്ടും ശനീശ്വര അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴം എങ്ങനെയൊക്കെയാണ് ഈ വ്യാഴമാറ്റം സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് 6-ാം ഭാവാധിപനും അതുപോലെ തന്നെ 9-ാം ഭാവാധിപനുമായ വ്യാഴം, 6-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ വ്യാഴം 1-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. 1-ാം ഭാവം ദേഹസ്യ സൗഷ്ഠവം സാസ്യം സ്ഥിതി ശ്രേയോ യശസുഖം ജയോ വബുച്ഛ തത്സർവം ചിന്തനീയം ഹി വിലഗ്നത. അതാണ് 1-ാം ഭാവം. നിങ്ങളുടെ സ്ഥിതി, യശസ്, ആരോഗ്യം, ജയം, ഇതെല്ലാം 1-ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള അങ്ങനെ തൃപ്തികരമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. അതുപോലെ ശത്രു സ്ഥാനം 6-ാം ഭാവത്തിൽ അങ്ങനെയുള്ള ശത്രു തടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം, വ്യാഴ സംബന്ധമായിട്ടുള്ള അനുഗ്രഹത്തോടുകൂടി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. അത് മാത്രമല്ല 9-ാം ഭാവം, 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനം, നല്ല രീതിയിലുള്ള ഭാഗ്യ സംബന്ധമായിട്ടുള്ള ഉയർച്ച, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അതുപോലെ പിതാവിന്റെ അനുഗ്രഹം, പിതൃ സംബന്ധമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പേരിലേക്ക് കിട്ടാനുള്ള ദൈവാധീനമുള്ള സമയം കൂടിയാണ് വരാൻ പോകുന്നത്. കർമ്മരംഗത്ത് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയം, പ്രത്യേകിച്ച് അങ്ങനെ ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. വ്യാഴം അനുഗ്രഹ സ്ഥാനത്ത് തന്നെയാകും വരാൻ പോകുന്നത്. വ്യാഴ മന്ത്രം ദിവസവും ജപിക്കുക. ദേവാനാഞ്ച ഋഷീനാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. അതുപോലെ ശനീശ്വര മന്ത്രം നീലാഞ്ചന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ശനി മന്ത്രവും ദിവസവും ജപിക്കുക. ആരോഗ്യ സംബന്ധമായി പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള സമയമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയം, വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയം, പ്രണയിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്, പ്രണയ സാഫല്യത്തിനുള്ള സമയമാണ് വരാൻ പോകുന്നത്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന നല്ല സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടാനുള്ള ഭാഗ്യവും, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല സമയമാണ് വരാൻ പോകുന്നത്. ധനപരമായി നല്ല രീതിയിൽ ഉള്ള ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ, കുടിശ്ശിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കിട്ടാനുള്ള ദീപാധീനം, ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ജീവിത ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദിവസവും വ്യാഴ മന്ത്രം ജപിക്കുക, പറ്റുന്ന വേളകളിൽ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും മാസത്തിൽ ഒരിക്കലെങ്കിലും പാൽപായസ വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല വഴിപാടായിട്ട് കൊടുക്കുന്നതും, അതുപോലെ നെയ്വിളക്ക് വഴിപാട് സമർപ്പിക്കുന്നതും, മഞ്ഞപ്പട്ട് വഴിപാടായിട്ട് നൽകുന്നതും, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ദർശനം നടത്തുന്നതെങ്കിൽ തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ഗ്രഹനിലയിലെ വ്യാഴത്തിന്റെ സ്ഥാനം, ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. യഥാവിധി പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതാണ് സമയം പോലെ. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യാഴത്തിന്റെ മാറ്റം തീർച്ചയായിട്ടും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഗ്രഹ സ്ഥാനം തന്നെയാണ്. ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ്. നല്ല രീതിയിലുള്ള ജീവിത ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത്. പക്ഷെ സംസാരം പ്രത്യേകം നിയന്ത്രിക്കണം. സംസാരത്തിൽ പാളിച്ചകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൃപ്തി ഉണ്ടാകുകയും അങ്ങനെയുള്ള പ്രാക്കുദോഷം ലഭിക്കാനുള്ള സ്ഥാനവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം കൂടി പാലിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വരാൻ പോകുന്നത്. ഇത്രയുമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.